ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോണ്ട ആക്റ്റീവ പഴയ മോഡലിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് നമ്മൾ മാറ്റാം. പുതിയ മോഡൽ കോംബി ബ്രേക്കിംഗ് സിസ്റ്റത്തിലേക്ക് മാറേണ്ട രീതി വേറെ രീതിയിലാണ്. അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഇത് നമ്മൾ ഓൾഡ് മോഡൽ നമുക്ക് സിംഗിൾ ആയിട്ട് വരുന്ന ഫ്രണ്ടിലെ ബ്രേക്ക് കേബിൾ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യണേ. പഴയ ഒരു ഇതെല്ലാം നമ്മളൊരു 3Gക്ക് മുമ്പുള്ള ആക്റ്റീവയിലൊക്കെയാണ് എങ്ങനെ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പഴയ ജുപ്പിറ്ററിലൊക്കെ എങ്ങനെ ചെയ്യണേ. അങ്ങനെ കോംബി ബ്രേക്കിംഗ് ഇല്ലാത്ത ആ ഒരു വാഹനങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടിലെ ബ്രേക്ക് കേബിൾ മാറണേ എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ ഒരു ഫ്രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറയുന്നത്, ടൂൾസ് നമുക്ക് പ്രധാനമാണ്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ, പിന്നെ നമ്മുടെ പ്ലയർ ഒരെണ്ണം വേണം, പിന്നെ 14-15 അല്ലെങ്കിൽ 13-14 ഡബിൾ ഹാൻഡ് സ്പാനർ. അപ്പം ഇത്രയും കാര്യങ്ങൾ മതി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ഫ്രണ്ടിലെ കേബിള്. അപ്പോൾ ഏതൊരു വാഹനത്തിൻ്റെ ആയാലും കേബിൾ ഏത് സാധനം വാങ്ങുമ്പോഴും ആ വണ്ടിയുടെ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയാൻ കാരണം വെച്ചാൽ നമ്മളിത് വാങ്ങി കഴിഞ്ഞിട്ട് വേറെ വണ്ടിയുടെ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു വണ്ടിയുടെ ഏത് വണ്ടിയാണ് എത്ര വർഷം ഒരു മോഡൽ പറയുക, എന്നിട്ട് അതിനുശേഷം ആക്റ്റീവ 110 ആണോ, ആക്റ്റീവ 3G ആണോ, 4G ആണോ, 5G ആണോ, DE ആണോ, ഗ്രാസി ആണോ, ജുപ്പിറ്റർ ആണോ, TVS എൻടോർക്ക് ആണോ, ഇനിയിപ്പോൾ യമഹ റേ ആണോ, സെഡാർ ആണോ, എന്തായാണെങ്കിലും നമ്മൾ ആ കറക്റ്റ് മോഡൽ പറയുക. എന്നിട്ട് അതനുസരിച്ചുള്ള ഫ്രണ്ടിലെ ബ്രേക്ക് കേബിൾ അല്ലെങ്കിൽ ചോക്ക് കേബിൾ അല്ലെങ്കിൽ ആക്സിലേറ്റർ കേബിൾ എന്തൊരു പാർട്ടും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കേബിൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഇതിൽ എഴുതിയേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 167 രൂപയാണ്. പക്ഷെ നമുക്കിത് കിട്ടിയേക്കുന്നത് 140 രൂപയ്ക്കാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫ്രണ്ടിലെ ആ ഒരു കേബിളും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ന് തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു മിഡിൽ പാനൽ നമ്മൾ ആദ്യം തന്നെ ഊരുന്നു. അത് ഊരാനായിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വേണ്ട. അപ്പോൾ ഇത് സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഈ ഫ്രണ്ടിലെ മിഡിൽ പാനൽ ഊരി എടുക്കുക. അപ്പം നമ്മൾ ഓൾറെഡി ഊരി വെച്ചിട്ടുണ്ട്, നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഊരുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ് കവളാണ്. അപ്പോൾ എങ്കിലാണ് നമുക്ക് സുഖമായിട്ട് ഈ ഒരു ബ്രേക്ക് കേബിൾ നമുക്ക് ഇടാനായിട്ട് സാധിക്കുമില്ല. അങ്ങനെ അത് ഊരാണ്ട് ഇടാനൊക്കെ പറ്റും. നമ്മൾ കുറച്ച് കഷ്ടപ്പെടണമെന്നുള്ളൂ. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ നമുക്ക് 4 സ്ക്രൂസ് ഉണ്ട്. ആ 4 സ്ക്രൂസ് ഊര. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഇവിടെ നമുക്കൊരു സ്ക്രൂ ഉണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് 5 സ്ക്രൂ ആണ് വരണം. അപ്പോൾ 5 സ്ക്രൂ നമ്മൾ ഊരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഊരുന്നു ഇവിടെ ടോപ്പിൽ ഉള്ള സ്ക്രൂസ്, സ്റ്റാറിൻ്റെ ആട്ട സ്ക്രൂ ഡ്രൈവർ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ സ്റ്റാറിൻ്റെ സ്ക്രൂകൾ 4 നമ്മൾ ഊരെടുക്കണം. അപ്പം ആദ്യത്തെ ഊരി, രണ്ടാമത്തെ ഊരുന്നു. ഇപ്പം ഞാൻ വെക്കുന്നത് ഇത് ഫ്ലോറിംഗ് ബോർഡിലാണ് അല്ലെങ്കിൽ റണ്ണിങ് ബോർഡിൽ വെക്കണേ. അപ്പോൾ 4 സ്ക്രൂവും അവിടുത്തെ ഊരി. ഇനി നമ്മൾ ഈ ഒരു സെൻറ്ററിലെ സ്ക്രൂവാണ് ഊരണേ. നമുക്ക് ഓൾറെഡി കിട്ടിയത് ഇപ്പോൾ ആ ഒരു സ്ക്രൂ. അങ്ങനെ 5 സ്ക്രൂകൾ നമ്മൾ ഊരിയിട്ട് അത് നമ്മുടെ സ്ക്രൂ ഡ്രൈവറെ വെച്ചു. ഇനി നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റ് കവറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഇവിടെ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ഒന്ന് വിടിച്ചെടുക്കാൻ നോക്കും. ഇവിടെ മേലെ ടോപ്പിലായിട്ടൊരു ലോക്ക് ഉണ്ടാവും. ആ ലോക്കുകൾ ഇങ്ങനെ വിടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വിട്ടു. ഇവിടെ ഉണ്ട് ലോക്ക്. ഓക്കെ, അപ്പോൾ ആ ലോക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ എടുക്കുക. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡിസ്കണക്ട് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ ചെന്നെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്ന രീതിയിൽ ഇപ്പോൾ ഇതൊക്കെയും ഡിസ്കണക്ട് ചെയ്യണം. ഇവിടെ ഒരു വൈറ്റ് സോക്കറ്റ് ഉണ്ട്, അത് പിടിച്ചു. ഒരു റെഡ് സോക്കറ്റ് ഉണ്ട്, അത് പിടിച്ചു. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു സോക്കറ്റ് അതും പിടിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ഹെഡ്ലൈറ്റ് കണ്ടില്ലേ, അതിനപ്പോൾ നമുക്ക് അങ്ങോട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ ഞാനത് നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കുന്നുണ്ട്, പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മുടെ കേബിൾ പോകണം, നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മുടെ താഴത്തു നിന്ന് നമുക്കിത് റിലീസ് ചെയ്യണം, ഫുള്ള് ഊരി എടുക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ഫ്രണ്ടിലെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കോംബി ബ്രേക്കിംഗ് സിസ്റ്റം അല്ല ഇവിടെ വരുന്നത്. ഇവിടെ സിംഗിൾ ചാനലാണ് വരുന്നത്, അതായത് സിംഗിൾ കേബിളാണ് നമുക്കിവിടെ വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കേബിൾ ഊരി എടുക്കണം. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കിവിടെ കൈകൊണ്ട് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഊരി കിട്ടും. ചിലവരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഊരി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ഇത് ഊരി എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ 14 സ്പാനർ പറഞ്ഞത്. കണ്ട 14 സ്പാനർ എടുത്തിട്ട് സുഖമായിട്ട് ഇങ്ങനെ ടേൺ ചെയ്ത് കിട്ടും. അത് ചിലവരുടെ നല്ല എളുപ്പത്തിൽ കിട്ടും. ചിലവരെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലെയർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ട ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടേൺ ചെയ്തെടുക്കാനായിട്ട് വരും. ഇപ്പം നമ്മുടെ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ പോരുന്നുണ്ട്. പൊട്ടാറായിട്ടുണ്ടോ നോക്കി നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ഊരി എടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്ഷൻ ഇവിടുത്തത് നീക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ സുരക്ഷിതമായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പുതിയ ഒരു കേബിൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് നീക്കി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ വലിക്കുക, ബാക്കോട്ട് വലിക്കുക. ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേബിൾ ഇവിടെ നിന്ന് ഫ്രീ ആയി.
ഇനി ഇവിടുന്ന് ഫ്രീ ആക്കി വെക്കണ പോലെ ഇനി നമ്മൾ ജസ്റ്റ് ഇനി മേലെ നിന്ന് ഫ്രീ ആക്കി എടുക്കണം. അത് ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ലോക്ക് ഉണ്ട്, പിന്നെ ഇത് ഇവിടെ മഡ് ഗാർഡിന് അവിടെ ഒരു ഹോൾ ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 സ്ഥലത്ത് ഇങ്ങനെ ചെറിയ കമ്പികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടേക്ക്. നമുക്ക് അത് സുഖമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ചെയ്യാവുന്ന വളരെ എളുപ്പമുള്ള ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെല്ലോ ടേപ്പ് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഈ ഒരു കേബിൾ അങ്ങ് എടുക്കുക. കേബിൾ എടുത്തു, എന്നൊക്കെ നമുക്ക് ഈ എൻഡാണ് നമുക്ക് ഈ അടിഭാഗത്ത് വേണ്ട, ഈ ഭാഗമാണ് മേലേക്ക് പോകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സെല്ലോ ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് ടേൺ ചെയ്തെടുക്കുക. ടേപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് മേലേക്ക് ഇടാനായിട്ടും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റും. നമ്മുടെ കേബിൾ എവിടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ വെച്ചേക്കണത് ഇനി നമ്മൾ മേലേക്ക് വലിക്കുകയാണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കണം. വലിക്കുമ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ തടസ്സം വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ വരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ആക്കിയിട്ട് ഒന്ന് എടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് തടഞ്ഞ പോലെ തോന്നി. അങ്ങനെ ഉണ്ടാവില്ല, അതേപോലെ നമുക്ക് കാണാൻ പറ്റും. അതെ, സിമ്പിളി പരിപാടി. നമ്മുടെ ആ ഒരു കേബിൾ നമുക്ക് ഇവിടെ കിട്ടി, കണ്ടില്ലേ. ഇനിയിപ്പോൾ ആ കേബിൾ നമുക്ക് കിട്ടിയതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഊരിയെടുക്കാം. ഇതിൻ്റെ കാര്യമുള്ള ഒരു ബൈക്ക് കേബിൾ മാറാൻ അല്ലെങ്കിൽ പഴയ കേബിൾ നമ്മളെടുത്തു. പഴയ കേബിളിനെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഇരുന്നായിരുന്നത്. ഇവിടെ നിന്ന് കോട നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് ഇതിൻ്റെ അടിക്കോടെ എടുത്തു. നമ്മുടെ പഴയ കേബിളായിട്ട് കാണുന്നത്. ഇതാണ് പഴയ കേബിളിൻ്റെ അവസ്ഥ, കണ്ടില്ലേ. ഇത് പിടിക്കുമ്പോഴേക്കും ഭയങ്കര സ്റ്റക്കാവുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് പഴയ കേബിളിൻ്റെ ഈ ഒരു നെറ്റും ആ ലോക്കും കാര്യങ്ങളൊക്കെ ഇത് ഏതുമായിട്ട് വെക്കുന്നുണ്ട്. അത് പകർന്ന് ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പുതിയ നമ്മുടെ കേബിൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2-3 കാര്യങ്ങളുണ്ട് ഇവിടെ റബ്ബറിൻ്റെ, അതൊക്കെ അങ്ങനെ തന്നെ ഇട്ട് അവിടെ വെക്കുക, ലോക്ക് ചെയ്തൊന്ന് വെക്കുക. ഓക്കെ, അത് കറക്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ, വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്നോളും. ഓക്കെ, സെറ്റായിട്ട് ഇനി ഈ ഒരു കഷ്ണം നമ്മളിങ്ങനെ പയ്യൊന്ന് വലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം പോരും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിയിലൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ചെറിയൊരു വെട്ട്. അപ്പോൾ അതിനുള്ളിൽ കൂടെ നമ്മളൊരു ഇത് തിരിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടെ ആക്കിയിട്ട് തിരിച്ച് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റാം. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ സുഖമായിട്ട് കയറി. അതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ വെക്കുക, ഇത് കൂടെ ഇങ്ങനെ ഈ വെട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കുക, തിരിച്ച് ഇത് എങ്ങനെ വെക്കുക. അതിന് ശേഷം ഈ കേബിളിനെ അതിലേക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ കേബിൾ ഇവിടെ സെറ്റായി. ഓക്കെ, കേബിൾ ഇവിടെ ഓക്കെ ഉണ്ട്. മുകൾ ഭാഗം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കേബിൾ കണ്ട, പുതിയ കേബിൾ കണ്ട, നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായി നമ്മൾ മേലേക്ക് വലിച്ചെടുത്തു, എന്നിട്ട് ഇതേപോലെ ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കേബിളിൻ്റെ ഈ ഒരു ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഊരെടുക്കണം. അത് ഊരെടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇടാം. ഓക്കെ, അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ ലോക്കായി, അവിടെ സെറ്റായി. ഇനി ഇത് ഇവിടെ ഇടാം. ഈ ലോക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇട്ടോളൂ കേട്ടോ. ഉള്ളിൽ വെക്കുക. അതിന് ശേഷം ഉള്ളിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കിട്ടും. മൂവ് ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ ആ ഒരു നെറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഒന്നും കൂടി നമുക്ക് വീലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റായി, അപ്പോൾ അനങ്ങണില്ല. അപ്പോൾ ഇത്രയും ടൈറ്റ് വേണ്ട, എനിക്ക് കുറച്ച് കുറവ് മതി. അപ്പോൾ ഒരു പൊടിക്ക് ഞാൻ കുറച്ചു. അതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കി. അപ്പോഴും ഒരു ചെറിയ തടസ്സമുണ്ട്. വീണ്ടും ഒരു പൊടിക്കും കൂടി ഞാൻ കുറച്ചിട്ടു. ഇനി റൊട്ടേറ്റ് ചെയ്യണം. ഇത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. കണ്ട, ഇവിടെ ഒരു പിടുത്തം വരുന്നുണ്ട്. ഒരു ടേണും കൂടി ഞാൻ കുറച്ചു. ഓക്കെ, ഇപ്പോൾ ഫ്രീ ആയിട്ട് പോകണുണ്ട്. ഞാൻ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടി നല്ല സ്പീഡിൽ ഞാൻ കറക്കി ബ്രേക്ക് പിടിച്ചു. അപ്പോൾ നല്ല രീതിയിൽ അത് അപ്ലൈ ആവുന്നുണ്ട്. കണ്ട, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു കവളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റ് കവളെടുത്തിട്ട് നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. നമ്മുടെ വൈറ്റ് കളറായിട്ടുള്ള ഒരു ഇത് സോക്കറ്റ് വൈറ്റിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഒരു റെഡ് കളറുണ്ട്, ആ റെഡ് കളർ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ട്. അപ്പോൾ അതെടുത്ത് നമ്മൾ തിരിച്ച് ഇതുമേക്ക് ഫിറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഇതെടുത്ത പോലെ തിരിച്ച് അതുമേക്ക് നല്ല രീതിയിൽ എടുത്ത് വെക്കുക, ഫിറ്റ് ചെയ്യുക. ഓക്കെ, ലോക്കുകളൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കാം. സാധനം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഈ മിഡിലെ മെയിൻ സ്ക്രൂ നമ്മൾ ഇട്ട് വയ്ക്കുകയാണ്. അതിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വീഴാനുള്ള ഒരു ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അത് തെറ്റായി. ഇനി 4 സ്ക്രൂ ആണുള്ളത്. ഒന്നുകൂടെ പക്ഷേ നമുക്ക് ഇടാം. ഫസ്റ്റ് ഇതാണ് നല്ല ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 സ്ക്രൂവും ഇവിടുത്തെ ഫ്രണ്ടിലത്തെ മെയിൻ സ്ക്രൂവും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കാനുള്ളത് മിഡിൽ പാനലാണ്. മിഡിൽ പാനൽ ഞാൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ മിഡിൽ പാനൽ എടുത്ത് ഇങ്ങനെ വെക്കുന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ
ഇത് നിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ കറക്റ്റായിട്ട് സ്ക്രൂവും കാര്യങ്ങളൊക്കെയും എടുത്ത് വെക്കുക. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോയ്ക്കും അല്ലെങ്കിൽ ഈ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഊരേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നാൽ മതിയല്ലോ. അപ്പോൾ ഇപ്പോൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഇടാട്ടാ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.